നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. എന്റെ കഥാപ്രേമികളായ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് കൊച്ചി സാമ്രാജ്യത്തിന്റെ ധീരചക്രവർത്തിയായിരുന്ന, ശക്തനിൽ ശക്തനായിരുന്ന ശ്രീമാൻ ശക്തൻ തമ്പുരാൻ തിരുമനസിന്റെ ചരിത്ര കഥയുടെ 3-ാം ഭാഗമായിരുന്നു. അത് എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ആ ധീരനായ ചക്രവർത്തിയുടെ കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ എന്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ഒരിക്കൽ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് തിരുവനന്തപുരം പട്ടണവും രാമവർമ്മ മഹാരാജാവ് തിരുമനസിലെയും ഒന്ന് കാണണമെന്ന് നിശ്ചയിച്ച് 5-8 ഭൃത്യന്മാരോടുകൂടി അങ്ങോട്ട് എഴുന്നള്ളി. അങ്ങനെ അവിടുന്ന് തിരുവനന്തപുരത്തെത്തിയത് ഒരു ദിവസം വെളുപ്പാങ്കാലത്തായിരുന്നു. ഉടനെ ആദ്യം തന്നെ മഹാരാജാവിനെ കണ്ടുകളയാമെന്ന് നിശ്ചയിച്ച് വലിയ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി. അപ്പോ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് പള്ളിക്കുറുപ്പ് ഉണർന്ന് പുറത്തേക്ക് എഴുന്നള്ളിയില്ലെന്നും അതിന് ഏകദേശം 2 നാഴിക കൂടി താമസമുണ്ടായേക്കാമെന്നും തവണക്കാരൻ പറഞ്ഞതുകൊണ്ട് മഹാരാജാവ് പള്ളിക്കുറപ്പ് ഉണരുമ്പോഴേക്കും മറ്റു ചില സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് നിശ്ചയിച്ച് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ അവിടുന്ന് ഓരോ സ്ഥലങ്ങൾ കണ്ട് ക്രമേണ കുതിരാലയത്തിൽ ചെന്നെത്തി. അപ്പോ ലക്ഷണയുക്തങ്ങളായ ചില 1-ാം തരം കുതിരകൾ വളരെ ചടച്ചും ക്ഷീണിച്ചുമിരിക്കുന്നതായി കണ്ടു. അത് കണ്ടപാടെ ലായം വിചാരിപ്പുകാരൻ എവിടെ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. ഉടനെ അവിടെ നിന്ന ചില കുതിരക്കാര് വിചാരിപ്പുകാര് അതാ വരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ആ വിചാരിപ്പുകാര് അടുത്തു വന്നപ്പോ തിരുമനസ്സുകൊണ്ട് ചോദിച്ചു, ഈ കുതിരകള് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് എന്താ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അത് ചിലത് അങ്ങനെ ഇരിക്കും, അത് അവയുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞു. ഇത് സ്വാഭാവികമായിട്ടുള്ള ക്ഷീണമാണെന്ന് എനിക്ക് തോന്നണില്ല. ശരിയായി പുല്ലും മുതിരയും മറ്റും കൊടുത്താ ഇത് ഇങ്ങനെ ക്ഷീണിച്ച് അവശനാവാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വിചാരിപ്പുകാരൻ പറഞ്ഞു, ഓ അതെയോ, എന്നാ അങ്ങനെ ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടപാടെ ശക്തൻ തമ്പുരാൻ ജ്വലിച്ച കണ്ണുമായി അവനെ ഒന്ന് നോക്കി. എടാ സാമദ്രോഹി, എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല. ഈ കുതിരകളെ വേണ്ടതുപോലെ നോക്കി രക്ഷിക്കാനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന നീ ആ വകയ്ക്കുള്ള ശമ്പളം വാങ്ങി ശാപ്പാട് കഴിച്ചിട്ട് നിന്റെ ജോലി നീ ശരിയായി ചെയ്യാത്തത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് കേട്ടപ്പോ ആ വിചാരിപ്പുകാരൻ പറഞ്ഞു, അല്ല, ഇതൊക്കെ ചോദിക്കാൻ തനിക്ക് എന്ത് അധികാരമാണുള്ളത്? താൻ എന്റെ മേലാവാണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശക്തൻ തമ്പുരാൻ പറഞ്ഞു, മേലാവല്ലെങ്കിലും അന്യായമായ പ്രവൃത്തി കണ്ട ആർക്കും ചോദിക്കാം. കുതിരകളുടെ തീറ്റ സാമാനങ്ങൾക്ക് പതിവുള്ള പണം വാങ്ങി അത് അപഹരിക്കുകയും ഈ മിണ്ടാപ്രാണികളെ പട്ടിണി ഇടുകയുമല്ലേ നീ ഇതുവരെ ചെയ്തത്? സാമദ്രോഹി, നിന്നോട് ചോദ്യം ചോദിച്ചാ മതിയോ? പോരാ, നിന്റെ ദുഷ്ടപ്രവൃത്തിക്കുള്ള സമ്മാനം ഇതാ പിടിച്ചോ എന്നരുളി ചെയ്തിട്ട് വിചാരിപ്പുകാരന്റെ ചെകിടത്ത് തൃക്കൈ കൊണ്ട് തന്നെ ഒരടി വച്ചു കൊടുത്തു. അടി കൊണ്ട ക്ഷണത്തിൽ വിചാരിപ്പുകാരൻ നിലത്തു പതിച്ചു. ഉടനെ തന്നെ തിരുമനസ്സുകൊണ്ട് ഭൃത്യസമേതം അവിടെ നിന്ന് എഴുന്നള്ളുകയും ചെയ്തു. അങ്ങനെ 1 നാഴിക കഴിഞ്ഞപ്പോ വിചാരിപ്പുകാരന് ബോധം വീണു. ഉടനെ അയാൾ ഒരു വിധത്തിൽ അവിടെ നിന്ന് എണീറ്റ് സങ്കടമറിയിക്കാനായി കരഞ്ഞുകൊണ്ട് വലിയ കൊട്ടാരത്തിലെത്തി. അപ്പോ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് പള്ളിയറയിൽ നിന്ന് പുറത്ത് എഴുന്നള്ളിയത് കൊണ്ട് വിചാരിപ്പുകാരൻ തിരുമുമ്പിൽ ചെന്ന് രാവിലെ ഉണ്ടായ സംഗതികളെല്ലാം തിരുമനസ്സിനെ അറിയിച്ചു. തിരുമനസ്സിനോട് വിചാരിപ്പുകാരൻ പറഞ്ഞു, ഇവിടെ അടിയങ്ങളെയൊക്കെ ശിക്ഷിക്കാനും രക്ഷിക്കാനും അവിടത്തേക്ക് അധികാരമുണ്ട്. അത് കൽപ്പിച്ച് എന്ത് ചെയ്താലും അതൊക്കെ അടിയങ്ങൾ സഹിക്കാം, അതിനൊരു സങ്കടവുമില്ല. പക്ഷേ വല്ലവരുമൊക്കെ ഇവിടെ വന്ന് അടിയങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ സങ്കടമാണ്. ഇതിനെക്കുറിച്ച് കൽപ്പിച്ച് അന്വേഷിച്ച് വേണ്ടതുപോലെ കൽപ്പിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മഹാരാജാവ് ഒന്ന് ആലോചിച്ചു. എന്ത്, എന്റെ കൊട്ടാരത്തിൽ വന്ന് എന്റെ ഭൃത്യനോട് ഇത്ര ചങ്കുറ്റത്തിൽ പെരുമാറണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ആരായിരിക്കും എന്ന് മഹാരാജാവ് മനസ്സിൽ ഒന്ന് ചിന്തിച്ചു.
അതിനുശേഷം ആ വിചാരിപ്പുകാരനോട് മഹാരാജാവ് ചോദിച്ചു, അല്ല, അയാളുടെ വേഷം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ വിചാരിപ്പുകാരൻ പറഞ്ഞു, ഏതോ ഒരു നമ്പൂരിയാണെന്നാ തോന്നണത്. പൂണൂലുണ്ട്, തലമുടി വളർത്തിയിട്ടുണ്ട്, കയ്യിൽ ഒരു വാളുമുണ്ട്, മാത്രല്ല അയാളുടെ കൂടെ 5-8 ഭൃത്യന്മാരുമുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മഹാരാജാവ് പറഞ്ഞു, അല്ല, അത് ശരി, അത് നമ്മുടെ പെരുമ്പടപ്പ് മൂപ്പിന്നായിരിക്കണം. അല്ലാതെ ആർക്കും ഇവിടെ വന്ന് ഇങ്ങനെ പ്രവർത്തിക്കാൻ ധൈര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല. ആ ആട്ടെ, നീ പൊയ്ക്കോ, ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ അരുളി ചെയ്ത് ആ വിചാരിപ്പുകാരനെ അയച്ചു. അപ്പോഴേക്കും ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കൊട്ടാരത്തിൽ എഴുന്നള്ളി. തിരുമനസ്സിലെ കണ്ട ക്ഷണത്തിൽ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അഭ്യുത്ഥാനം ചെയ്ത് തൃക്കയ്യും പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിനകത്തേക്ക് പോയി. അങ്ങനെ ആസന സൽക്കാരം ചെയ്തിരുത്തിയിട്ട് 2 തിരുമനസ്സുകൊണ്ടും ഇരുന്ന് ഓരോ കുശല പ്രശ്നാദികളൊക്കെ പറഞ്ഞു. അങ്ങനെ പരസ്പരം കുറച്ച് സ്വൈര്യസല്ലാപം ചെയ്തതിന്റെ ശേഷം ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് മഹാരാജാവിനോട് പറഞ്ഞു, അല്ല, ഇന്ന് ഞാൻ ഇവിടെ ഒരു സാഹസം പ്രവർത്തിച്ചുട്ടോ. അത് അവിടെ അറിഞ്ഞിരിക്കൂലോ. ലക്ഷണയുക്തങ്ങളായ ആ 1-ാം തരം കുതിരകളുടെ കഷ്ടസ്ഥിതി കണ്ടപ്പോ എനിക്ക് കുറച്ച് കോപം വന്നുപോയി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവിടത്തെ മഹാരാജാവ് പറഞ്ഞു, അല്ല, അവിടത്തെ പ്രവൃത്തി വളരെ ഉചിതായി. ഇത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ജോലിത്തിരക്കുകളും ഔദാസീന്യവും നിമിത്തം ഈ വക കാര്യങ്ങളിൽ ദൃഷ്ടി വയ്ക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ കള്ളന്മാരൊക്കെ വല്ലാണ്ടങ്ങട് മൂത്തുപോയി. ഇവരുടെ കള്ളത്തരത്തിന് ഇങ്ങനെയൊക്കെ ചിലപ്പോ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത് ക്രമത്തിലധികം വർദ്ധിച്ചു പോവൂലോ. എന്തായാലും ഞാൻ ചെയ്യേണ്ടത് അങ്ങ് ചെയ്തു, അത്രമാത്രം. അത് വലിയ സാരമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആട്ടെ, അവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്ന വിവരം മുൻകൂട്ടി എന്നെ അറിയിക്കാഞ്ഞത് എന്താ? ഇവിടെ അങ്ങ് എപ്പോ എത്തി? വന്ന ഉടനെ ലായത്തിലേക്കായിരിക്കുമോ പോയത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ഞാൻ അരുണോദയമായപ്പോ ഇവിടെ എത്തി. അപ്പോ ഇവിടെ ഉറക്കമുണർന്നിട്ടില്ലാത്തതുകൊണ്ട് ഉണർന്ന് പുറത്തു വരുമ്പോഴേക്കും ചില സ്ഥലങ്ങളൊക്കെ നോക്കിക്കണ്ടു വരാമെന്ന് വിചാരിച്ച് പുറപ്പെട്ടു. ആ വഴി ലായത്തിലും കയറാനിടയായി. ആ കുതിരകളുടെ പാരവശ്യം കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിച്ചില്ല. അതുകൊണ്ടാണ് വിചാരിപ്പുകാരനെ പ്രഹരിക്കാനിടയായത്. ഞാൻ ഇങ്ങോട്ട് പുറപ്പെടണമെന്ന് മുൻകൂട്ടി വിചാരിച്ചിരുന്നില്ല. ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് തോന്നി, ഉടനെ പുറപ്പെടുകയും ചെയ്തു. അതാണ് മുൻകൂട്ടി അറിയിക്കാണ്ടിരുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മഹാരാജാവ് ചോദിച്ചു, അല്ല, ഇവിടെ വന്നിട്ടെങ്കിലും അങ്ങക്ക് എന്നെ കാണണമെന്ന് തോന്നിയല്ലോ. എന്നെ കാണാണ്ട് അങ്ങോട്ട് കഴിച്ചു കളയാമെന്ന് വിചാരിക്കാത്തത് തന്നെ ഭാഗ്യം. ആട്ടെ, ഇനി നമുക്ക് കുളി മുതലായത് കഴിക്കാൻ പോവാം. നേരം അധികമായിരിക്കണു എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം പരസ്പര സംഭാഷണമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം നീരാട്ടുകുളി, അമൃതയത്ത് മുതലായതിനായി 2 തിരുമേനിമാരും എഴുന്നള്ളി. ശക്തൻ തമ്പുരാൻ തിരുമനസ്സിലേക്ക് എഴുന്നള്ളി താമസിക്കുന്നതിന് പ്രത്യേകമൊരു കൊട്ടാരം ഒഴിഞ്ഞു കൊടുത്തിരുന്നു. എങ്കിലും അമൃതയത്ത് 2 തിരുമേനിമാർക്കും ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സിലെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് സുഖായിട്ട് ഒരു 4 ദിവസം തിരുവനന്തപുരത്ത് എഴുന്നള്ളി താമസിച്ചു. അതിനിടയ്ക്ക് 2 തിരുമേനിമാരും ഒരുമിച്ച് എഴുന്നള്ളി തിരുവനന്തപുരത്തുള്ള പ്രധാന സ്ഥലങ്ങളെല്ലാം അങ്ങോട്ട് സന്ദർശിച്ചു. അങ്ങനെ ഒരു ദിവസം ഉച്ച തിരിഞ്ഞ സമയത്ത് 2 തിരുമേനികളും കൂടി കരുവേലപ്പുര മാളികയുടെ മുകളിൽ ഓരോ സംഗതികളെ കുറിച്ച് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ശക്തൻ തമ്പുരാനോട് ചോദിച്ചു, ഈ മാളികയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടാൻ ആരെങ്കിലും ഉണ്ടാവോ എന്ന് കൽപ്പിച്ച് വെറുതെ ഒന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ഓഹോ, ഉണ്ടാവും എന്ന് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അരുളി ചെയ്തു. അത് കേട്ട് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് തന്റെ അടുക്കൽ നിന്നിരുന്ന ഭൃത്യന്മാരോട്, എന്താ, ഒന്ന് ചാടാമോ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. പക്ഷേ അവരോരോരുത്തരും മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് പ്രയാസമാണെന്നുള്ള ഭാവത്തോടുകൂടി പിന്മാറി നിന്നു. ആ സമയത്ത് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട്
തന്റെ ഭൃത്യന്മാരുടെ നേരെ ഒന്ന് കൽപ്പിച്ചു നോക്കി. നോക്കിയ പാടെ അവരെല്ലാവരും ഉടനെ എടുത്ത് താഴത്തേക്ക് ചാടി. പക്ഷേ എല്ലാവർക്കും ഓരോ തരത്തിൽ പരിക്കുകളൊക്കെ പറ്റി. ചിലര് ബോധരഹിതരാവുകയും ചെയ്തു. അത് കണ്ട ഉടനെ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, അവരെ എടുത്തുകൊണ്ടുപോയി ചികിത്സിക്കട്ടെ, കഴിയുന്നതും വേഗത്തിൽ അവരെ സുഖപ്പെടുത്തണം എന്നരുളി ചെയ്തു. കൽപ്പന കേട്ട മാത്രയിൽ ചിലർ വന്ന് അവരെ എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളത്തായപ്പോ ആ യാത്രയ്ക്ക് വേണ്ടുന്ന സകല സൗകര്യങ്ങളും കാര്യങ്ങളുമെല്ലാം രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് പ്രത്യേകം കൽപ്പിച്ച ചട്ടം കെട്ടിയതിനാൽ വഴിക്ക് യാതൊരു ബുദ്ധിമുട്ടിനും ഇടയാകാതെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് സസുഖം തിരിയെ തൃപ്പൂണിത്തറ കോവിലകത്തേക്ക് എഴുന്നള്ളി. ആ എഴുന്നള്ളത്ത് വകയ്ക്ക് വേണ്ടി വന്ന ചെലവ് മുഴുവനും രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ടാണ് ചെയ്തത്. മാത്രല്ല, മാളികയുടെ മുകളിൽ നിന്ന് ചാടി പരിക്കുകൾ പറ്റി ചികിത്സയിൽ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നവർ 1 മാസം കൊണ്ട് സുഖക്കെടെല്ലാം മാറി പൂർവസ്ഥിതിയെ പ്രാപിച്ചു. അനന്തരം മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അവരെ തിരുമുൻപാകെ വരുത്തി. എന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്ത് വിചാരിച്ചാണ് മാളികയുടെ മുകളിൽ നിന്ന് ചാടിയത് എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അപ്പോ ആ ഭൃത്യന്മാര് പറഞ്ഞു, അടിയങ്ങൾ അപ്പ ചാടിയില്ല എന്നുണ്ടെങ്കിൽ അടിയങ്ങളുടെ കഥ അപ്പ തന്നെ കഴിയും. പക്ഷെ ചാടിയാലോ ചിലപ്പോ ഒരു സമയം ജീവിച്ചെന്നും വരാലോ എന്ന് വിചാരിച്ചിട്ടാണ് അടിയങ്ങൾ ചാടിയത് എന്ന് തിരുമനസ്സിനെ അറിയിച്ചു. അത് കേട്ട് തിരുമനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുകയും അവരുടെ ആ സ്വാമി ഭക്തിയെക്കുറിച്ച് ഏറ്റവും പ്രശംസിക്കുകയും അവർക്ക് പലവിധ സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുത്ത് സന്തോഷിപ്പിച്ച് അയക്കുകയും ചെയ്തു. അങ്ങനെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് തൃപ്പൂണിത്തുറ എഴുന്നള്ളിയതിന്റെ ശേഷം അധികം താമസിയാതെ തൃശ്ശിവപ്പേരൂർക്ക് എഴുന്നള്ളുകയും അവിടെ ഒരു 2 മാസത്തോളം താമസിക്കുന്നതിന് നിശ്ചയിക്കുകയും ചെയ്തു. ആ കാലത്ത് അനുജൻ തമ്പുരാക്കന്മാർ തങ്ങളുടെ ഉപദേഷ്ടാവായ ആ തുളുനാടൻ സ്വാമിയാരെ തൃപ്പൂണിത്തുറ വരുത്തുകയും കുറച്ചു ദിവസം സൽക്കാരപൂർവം താമസിപ്പിച്ചതിന്റെ ശേഷം ഗുരുദക്ഷിണയും മറ്റും കഴിച്ച് സന്തോഷിപ്പിച്ച് അയക്കുന്നതിന് നിശ്ചയിക്കുകയും ചെയ്തു. ഈ സംഗതി എങ്ങനെയോ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അറിഞ്ഞു. എന്നാ ഞാൻ കൂടി തൃപ്പൂണിത്തറയെ വന്ന് വന്ദിച്ച് അനുഗ്രഹം വാങ്ങിയാലല്ലാതെ സ്വാമിയാരെ യാത്രയാക്കരുത് എന്നൊരു തിരുവെഴുത്ത് ഇളയ തമ്പുരാന്റെ പേർക്ക് തൃപ്പൂണിത്തറയ്ക്ക് അയക്കുകയും ചെയ്തു. ആ തിരുവെഴുത്ത് കണ്ട് ഇളയ തമ്പുരാൻ വളരെയധികം അങ്ങോട്ട് സന്തോഷിച്ചു. ജ്യേഷ്ഠന് ഈ കാര്യത്തിൽ തൃപ്തിയില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ തിരുവെഴുത്ത് കണ്ടിട്ട് അങ്ങനെ തോന്നണില്ല. അവിടേക്ക് സ്വാമിയെക്കുറിച്ച് വളരെ ഭക്തിയും ബഹുമാനവും ഉണ്ടെന്ന് ഈ തിരുവെഴുത്തുകൊണ്ട് സ്പഷ്ടമാവണ്ട് എന്നൊക്കെ അവിടത്തെ അനുജനായ വീരകേരള തമ്പുരാനോട് അരുളി ചെയ്തു. അങ്ങനെ സ്വാമിയാരെ അയക്കാതെ ജ്യേഷ്ഠൻ ശക്തൻ തമ്പുരാൻ വരുന്നതുവരെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ ശക്തൻ വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് തൃപ്പൂണിത്തുറ എഴുന്നള്ളി. ഉടനെ തന്നെ സ്വാമിയെ ചെന്ന് കാണുകയും കാഴ്ചകൾ വച്ച് വന്ദിച്ച് കുശലപ്രശ്നാദികൾ ചെയ്ത് യാത്രയയക്കുകയും ചെയ്തു. സ്വാമിയാരെ മേനാവിൽ കയറ്റി വാദ്യാഘോഷങ്ങളോടുകൂടിയാണ് അയച്ചത്. കോട്ടവാതിൽ വരെ ശക്തൻ തിരുമനസ്സുകൊണ്ടും അനുയാത്രയായി എഴുന്നള്ളുകയും അവിടെ എത്തിയപ്പോ സ്വാമിയാരെ ഇറക്കി എഴുന്നള്ളിച്ച് താഴെ ഇരുത്തുകയും ചെയ്തു. സാധാരണയായി എംബ്രാന്മാർക്ക് ഭസ്മം കുറിയിടുക വളരെ നിന്ദ്യമാണല്ലോ. അതുകൊണ്ട് ശക്തൻ തമ്പുരാൻ പറഞ്ഞു, എന്നാ ധാരയാവട്ടെ എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ശക്തൻ തിരുമനസ്സിലെ കൽപ്പന പ്രകാരം ഒരു വഞ്ചി നിറച്ച് ചാരം കൊഴുക്കേ കലക്കി അവിടെ വച്ചിരുന്നത് മുഴുവനും സ്വാമിയാരുടെ ശിരസിൽ അഭിഷേകം കഴിച്ച് അവിടെ നിന്ന് അയക്കുകയും ചെയ്തു. അത് കണ്ടപ്പോ അനുജൻ തമ്പുരാക്കന്മാർക്ക് സഹിക്കാൻ വയ്യാത്ത വ്യസനവും കോപവും ഉണ്ടായി. എങ്കിലും ശക്തൻ തമ്പുരാൻ തിരുമനസ്സിലെ കുറിച്ചുള്ള ഭയം നിമിത്തം അവരെല്ലാം സഹിച്ച് മൗനത്തെ അവലംബിച്ചുകൊണ്ട് തന്നെ നിന്നു. പക്ഷേ ആ സ്വാമിയാര് അന്ന് പോയിട്ട് പിന്നെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സിലെ കാലം കഴിയുന്നതുവരെ കൊച്ചി രാജ്യത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. അത് കൂടാണ്ട് ഒരിക്കൽ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എറണാകുളത്ത് നിന്ന് തൃശ്ശിവപ്പേരൂർക്ക് ഒരു ഓടി വഞ്ചിയിൽ കയറി എഴുന്നള്ളിയപ്പോ ഇടയ്ക്ക് വച്ച്
വടക്ക് നിന്ന് വേറെ ഒരു വഞ്ചി വരുന്നത് കണ്ടു. ആ വഞ്ചി അടുത്ത് വന്നപ്പോ അതിലിരുന്നിരുന്ന ഒരു സോമയാജി പറഞ്ഞു, ഇന്നയിടത്ത് ഇന്ന പേരിലുള്ള ഒരു ചോമാതിരി ഇന്ന് രാവിലെ മരിച്ചു പോയിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള പട്ടത്താനം എനിക്ക് തരണം എന്ന് തിരുമനസിനെ അറിയിച്ചു. സാധാരണയായി ഒരു ചോമാതിരി മരിച്ചാൽ ആ വർത്തമാനം ആദ്യം ചെന്ന് തിരുമനസിനെ അറിയിക്കുന്ന ആൾക്കാണ് മരിച്ച ആൾക്ക് പതിവുള്ള പണക്കിഴിയുടെ അവകാശം. അങ്ങനെ ആദ്യം ചെന്ന് അറിയിക്കുന്നതിന്റെ പേര് വീടില്ലം പറയുക എന്നാണ്. അങ്ങനെ ശക്തൻ തമ്പുരാനോട് ആ എതിരെ വന്ന ചോമാതിരി വീടില്ലം പറഞ്ഞയുടനെ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ആ ആട്ടെ, അതങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. ചോമാതിരി ഈ വഴി ഇനി തിരുവനന്തപുരത്തേക്കാണെങ്കിൽ എന്റെ ഈ ഓടിവഞ്ചിയിൽ കയറി പൊയ്ക്കോളൂ, എന്നാൽ വേഗത്തിലെത്താം, ഞാൻ ചോമാതിരിയുടെ വഞ്ചിയിലും പൊയ്ക്കോളാം എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവര് പരസ്പരം വഞ്ചി മാറുകയും ചെയ്തിട്ട് വഞ്ചിക്കാരോട് പറഞ്ഞു, നാളെ ഉദിക്കുന്നതിന് മുൻപേ നിങ്ങൾ ചോമാതിരിയെ കുലശേഖര പെരുമാളുടെ മുമ്പിൽ എത്തിക്കണം എന്നുകൂടി അരുളി ചെയ്ത് അയക്കുകയും തിരുമനസ്സുകൊണ്ട് ചോമാതിരിയുടെ വഞ്ചിയിൽ തന്നെ എഴുന്നള്ളുകയും ചെയ്തു. അങ്ങനെ അന്ന് അർദ്ധരാത്രി ആയപ്പോ ഓടിവഞ്ചി ഇടവ എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വഞ്ചിക്ക് പോകുവാൻ അക്കാലത്ത് മാർഗമില്ലാത്തതുകൊണ്ട് വഞ്ചിക്കാർ ചോമാതിരിയെ അങ്ങനെ ഒരു വിധത്തിൽ നേരം വെളുത്തപ്പോഴേക്കും അവർ ചോമാതിരിയെ തിരുവനന്തപുരത്ത് വലിയ കൊട്ടാരത്തിൽ എത്തിച്ചു. മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് പള്ളിക്കുറുപ്പ് ഉണർന്ന് പുറത്ത് എഴുന്നള്ളിയ ഉടനെ ചോമാതിരി പറഞ്ഞു, ഇന്നിടത്ത് ഇന്ന ചോമാതിരി ഇന്നലെ രാവിലെ മരിച്ചിരിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള പട്ടത്താനങ്ങൾ എന്റെ പേരിൽ പതിച്ചു തരുന്നതിന് കൽപ്പനയുണ്ടാവണം എന്ന് തിരുമനസിനെ അറിയിച്ചു. അത് കേട്ടപ്പോ 6 ദിവസത്തെ വഴിക്കപ്പുറത്തുണ്ടായ ഒരു വർത്തമാനം 60 നാഴിക കഴിയുന്നതിന് മുൻപ് ഒരാൾ ഇവിടെ വന്ന് പറയുകയാണെങ്കിൽ ശക്തൻ തമ്പുരാൻ തിരുമനസ്സിലെ സഹായം കൂടാതെ സാധിക്കുകയില്ലെന്ന് തിരുമനസ്സിൽ തോന്നി. ഉടനെ തന്നെ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ആ ചോമാതിരിയോട് ചോദിച്ചു, അല്ല, പോരുന്ന വഴിക്ക് പെരുമ്പടപ്പിൽ മൂപ്പിലെ കാണാൻ ഇടയുണ്ടായോ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. ഉടനെ ആ ചോമാതിരി പറഞ്ഞു, കണ്ടു എന്ന് മാത്രല്ല, അവിടുന്ന് അവിടത്തെ ഓടി വഞ്ചിയിൽ കയറ്റി എന്നെ ഇന്ന് ഉദിക്കുന്നതിന് മുൻപേ ഇവിടെ എത്തിക്കണമെന്ന് വഞ്ചിക്കാരോട് പ്രത്യേകം ചട്ടം കെട്ടി അയക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വേഗത്തിൽ ഇവിടെ എത്തിയത്. എങ്കിലും മൂത്രവിസർജനത്തിന് കരക്കിറക്കാതെ വഞ്ചിക്കാർ എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചു എന്നറിയിച്ചു. അത് കേട്ടപ്പോ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ആ ആട്ടെ, ചോമാതിരി ഇവിടെ താമസിക്കൂ. എന്ന് മാത്രല്ല, ചോമാതിരി ഇനി തിരിച്ചു പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടേ പോവാവൂ. ഇപ്പോൾ വന്നിട്ടുള്ള വഞ്ചിക്കാര് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ആ വഞ്ചിക്കാര് മടങ്ങിപ്പോവുകയും ചോമാതിരി തിരുവനന്തപുരത്ത് താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോ ചോമാതിരി യാത്ര അറിയിച്ചു. അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോ ചോമാതിരി മഹാരാജാവിനെ യാത്ര അറിയിച്ചു. ഉടനെ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് ചോമാതിരിയെ ഒരു വഞ്ചിയിൽ കയറ്റി പിറ്റേ ദിവസം അദ്ദേഹത്തെ തൃശവപ്പേരൂർ എത്തിക്കണമെന്നും പോകുന്ന വഴിക്ക് കാണുന്ന കടവുകളിലെല്ലാം ഇറക്കി മൂത്രവിസർജനം കഴിപ്പിക്കണമെന്നും പ്രത്യേകം കൽപ്പിച്ചയച്ചു. അങ്ങനെ കൽപ്പന പ്രകാരം വഞ്ചിക്കാര് ചോമാതിരിയെയും കൊണ്ട് പുറപ്പെട്ടു. വഴിക്ക് കടവ് കണ്ട സ്ഥലങ്ങളിലെല്ലാം അവർ ചോമാതിരിയെ കരക്കിറക്കി മൂത്രമൊഴിപ്പിച്ചു. ചോമാതിരിക്ക് മൂത്രവിസർജനം വേണ്ടെന്ന് പറഞ്ഞാലും വഞ്ചിക്കാര് സമ്മതിക്കില്ല. കൽപ്പന ലംഘിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവർ ചോമാതിരിയെ പിടിച്ച് കരക്കിറക്കി മൂത്രമൊഴിപ്പിക്കാതെ ഒരു കടവും കടന്നുപോയില്ല. ഒട്ടും വേണ്ടെന്ന് ചോമാതിരി പറഞ്ഞാലും വഞ്ചിക്കാര് നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് കുറച്ചെങ്കിലും മൂത്രമൊഴിപ്പിക്കും. അങ്ങനെ കൊണ്ടുപോയി അവര് അദ്ദേഹത്തെ പിറ്റേ ദിവസം തന്നെ തൃശവപ്പേരൂരെത്തിച്ചു. അങ്ങനെ ചോമാതിരി ശക്തൻ തമ്പുരാൻ തിരുമനസ്സിലെ തിരുമുമ്പാകെ ചെന്നപ്പോ തിരുമനസ് ചോദിച്ചു, ആ എന്താ ചോമാതിരി, സുഖായി പോന്നു ഇല്ലേ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അത് കേട്ടപ്പോ ചോമാതിരി പറഞ്ഞു, അങ്ങോട്ട് പോയപ്പോ മൂത്രവിസർജനത്തിന് കരക്കിറക്കാതെയും ഇങ്ങോട്ട് പോന്നപ്പോ എനിക്ക് വേണ്ടെങ്കിലും കണ്ട സ്ഥലത്തൊക്കെ കരക്കിറക്കി മൂത്രവിസർജനത്തിന് നിർബന്ധിച്ചും വഞ്ചിക്കാരെന്നെ വളരെയധികം അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചു. അതല്ലാതെ വിശേഷിച്ചൊന്നും ഉണ്ടായില്ല.
എന്ന് തിരുമനസിനെ അറിയിച്ചു. അത് കേട്ടപ്പോ ഉടനെ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ചോമാതിരിക്ക് ഒരു പ്രാവശ്യം കൂടി തിരുവനന്തപുരത്തോളം പോയി വരാമോ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അതിന് മറുപടിയായി ചോമാതിരി പറഞ്ഞു, അല്ല, നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടാൻ ഈ ഞാൻ വേണോ? എന്നെ ഉപദ്രവിക്കാണ്ട് കഴിച്ചാൽ കൊള്ളാം എന്ന് ഉണർത്തിച്ചു. അത് കേട്ടപ്പോ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ആ, ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെന്നില്ല എന്നരുളി ചെയ്ത് ചോമാതിരിയെ അയച്ചു. അതിനുശേഷം ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അവിടുത്തെ നെയ്ത്യാരമ്മയ്ക്ക് ഒരു വീട് പണിയിച്ചു കൊടുത്തു. അങ്ങനെ പുരപണി കുറ തീർന്ന് പാല് കാച്ചടുത്തപ്പോ നെയ്ത്യാരമ്മ പറഞ്ഞു, പാല് കാച്ചടിയന്തരം ഒരുവിധം കേമായും ഭംഗിയായും നടത്തിയാൽ കൊള്ളാമെന്ന് അടിയൻ ആഗ്രഹമുണ്ട്. ദേശക്കാരെല്ലാം ക്ഷണിച്ച് ഒരു സദ്യ നടത്തിയാൽ കൊള്ളാമെന്നാണ് അടിയന്റെ ആഗ്രഹം എന്ന് തിരുമനസിനെ അറിയിച്ചു. അത് കേട്ട ഉടനെ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ഏയ്, അതിനെന്താപ്പത്ര വിരോധം? സദ്യക്ക് വേണ്ടുന്ന വട്ടങ്ങൾക്ക് ചുമ്മു തന്നെ ഒരു വര്യോല എഴുതി തന്നേക്കൂ. അപ്രകാരമെല്ലാം ചട്ടം കെട്ടിയേക്കാം എന്നരുളി ചെയ്തു. നെയ്ത്യാരമ്മ വേണ്ടുന്ന സാമാനങ്ങൾക്കെല്ലാം ഒരു വര്യോല എഴുതി കൊടുക്കുകയും ആ വര്യോല പ്രകാരമെല്ലാം കൽപ്പിച്ച് ചട്ടം കെട്ടി വട്ടം കൂട്ടുകയും ചെയ്തു. സദ്യയുടെ വട്ടമൊക്കെ വളരെ കേമായിരുന്നു. അരി മാത്രം വര്യോലയിൽ എഴുതാൻ നെയ്ത്യാരമ്മ മറന്നുപോയി. അങ്ങനെ അടിയന്തര ദിവസം കറിക്ക് വെട്ടും ദേഹണ്ണവുമെല്ലാം കഴിഞ്ഞു. സദ്യക്ക് കൽപ്പന പ്രകാരം ദേശക്കാരെയൊക്കെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ അവരെല്ലാവരും വന്നു. സദ്യക്ക് ഇലവയ്ക്കുകയും ചെയ്തു. ഉടനെ എല്ലാവരും ഉണ്ണാനിരിക്കുകയും സകല വിഭവങ്ങളും വിളമ്പുകയും ചെയ്തു. ചോറ് മാത്രം ഇല്ല. അപ്പോഴാണ് ചോറുണ്ടാക്കിയിട്ടില്ലെന്ന് നെയ്ത്യാരമ്മ അറിയണത്. പക്ഷേ കൽപ്പന പ്രകാരം വട്ടം കൂട്ടി നടത്തുന്ന അടിയന്തരമായതുകൊണ്ട് എല്ലാം മുറയ്ക്ക് നടക്കുമെന്ന് വിചാരിച്ച് നെയ്ത്യാരമ്മ ഇടയ്ക്കൊന്നും അന്വേഷിച്ചുമില്ല. പക്ഷേ എല്ലാവരും ഉണ്ണാൻ ഇരുന്ന് കഴിഞ്ഞിട്ടറിഞ്ഞാ പിന്നെ നിവൃത്തിയൊന്നുമില്ലല്ലോ. അങ്ങനെ എല്ലാവരും ചോറ് കൂടാതെ തന്നെ സദ്യയൂണും കഴിച്ചു പോയി. ഇത് നെയ്ത്യാരമ്മയ്ക്ക് വലിയ അപമാനത്തിനും കുണ്ഠിതത്തിനും കാരണമായി. അങ്ങനെ നെയ്ത്യാരമ്മ തിരുമുമ്പാകെ ചെന്ന് ഇതിനെക്കുറിച്ച് വളരെ മനസ്താപത്തോടു കൂടി സങ്കടം അറിയിച്ചു. അപ്പോ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ചുമ്മു വര്യോലയിൽ അരി എഴുതിയിരുന്നില്ലായിരിക്കും, അതാണ് ചോറില്ലാതെ ഇരുന്നത്. അത് ഇനി പറഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ എന്നരുളി ചെയ്തു. പിന്നീട് ഒരിക്കൽ കൊച്ചി രാജ്യത്ത് പണിക്കർ, കൈമൾ, കർത്താവ് ഇങ്ങനെ പല നാടുവാഴികളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വലിയ ധനവാന്മാരും ഗർഭിഷ്ഠന്മാരുമായിരുന്നു. അവരിൽ ചിലർ മാത്രമേ രാജഭോഗം കൊടുത്തും രാജകൽപ്പന അനുസരിച്ചും നടന്നിരുന്നുള്ളൂ. മിക്കവരും രാജഭോഗം കൊടുക്കാതെയും രാജകൽപ്പന അനുസരിക്കാതെയും നടക്കുന്ന മുഷ്കന്മാരായിരുന്നു. അപ്രകാരമുള്ള ധിക്കാരികളെയെല്ലാം ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് പിടിച്ചമർത്തുകയും അവരുടെ സർവസ്വവും കൊള്ള ചെയ്ത് കുത്തിവാരി അപഹരിക്കുകയും ചെയ്തു. എന്നാൽ രാജഭോഗം ശരിയായി കൊടുക്കുകയും കൽപ്പന അനുസരിച്ച് നടക്കുകയും ചെയ്തിരുന്നവരെ തിരുമനസ്സുകൊണ്ട് വേണ്ടതുപോലെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു. ഈ മേൽപ്പറഞ്ഞ നാടുവാഴികളുടെ കൂട്ടത്തിൽ മുരിയാടത്ത് നമ്പ്യാർ എന്നൊരാളുണ്ടായിരുന്നു. അയാൾ ജാതിയിൽ നായരായിരുന്നു. നമ്പ്യാർ എന്നുള്ളത് കൽപ്പിച്ചു കൊടുത്ത ഒരു സ്ഥാനപ്പേരായിരുന്നു. അയാളുടെ ഭവനത്തിൽ സന്തതിയില്ലാതെ ഒടുക്കം ഒരു വൃദ്ധ മാത്രം ശേഷിച്ചു. അതിനാൽ ആ സ്ത്രീ തന്റെ കുടുംബത്തിലേക്ക് ചിലരെ ദത്തെടുക്കണമെന്ന് നിശ്ചയിക്കുകയും ആ വിവരം ശക്തൻ തമ്പുരാൻ തിരുമനസിലെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു. ആ കുടുംബം ഏറ്റവും ധനപുഷ്ടിയുള്ളതായതുകൊണ്ട് അവരുടെ വസ്തുവകകളെല്ലാം കൈവശപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ആ സ്ത്രീയുടെ പേർക്ക് ദത്തിന് വേണ്ടുന്നതെല്ലാം വട്ടം കൂട്ടി. എന്നിട്ട് ആ വയോധികയായ സ്ത്രീയോട് ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ദിവസവും മുഹൂർത്തവും നിശ്ചയിച്ച് വിവരമറിയിച്ചാൽ ദത്തെടുക്കാനുള്ളവരെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നോളാം. ഞാൻ കൊണ്ടുവരുന്നവരെ അല്ലാതെ വേറെ ആരെയും ദത്തെടുത്ത് പോയേക്കരുത് എന്ന് കൽപ്പനയും അയച്ചു. ആ സ്ത്രീ അപ്രകാരം ദത്തിനു വേണ്ടുന്നതെല്ലാം വട്ടം കൂട്ടി മുഹൂർത്തവും നിശ്ചയിച്ച വിവരം തിരുമനസിനെ അറിയിച്ചു. അങ്ങനെ മുഹൂർത്ത സമയമായപ്പോ പുരുഷനും സ്ത്രീയുമായിട്ടുള്ള 2 കുട്ടികളെയും കൊണ്ട് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ആ സ്ഥലത്ത് എഴുന്നള്ളി. ആ കുട്ടികൾ ഒരു തമ്പാന്റെ കോവിലകത്തേതായിരുന്നു. കുട്ടികൾ തമ്പാന്റെ ജാതിയിലുള്ളവരാണെന്ന് അറിഞ്ഞപ്പോ ആ സ്ത്രീക്ക് സീമാതീതമായ സന്തോഷമുണ്ടായി.
ഉടനെ ദത്തിന്റെ ക്രിയകളും ചടങ്ങുകളുമൊക്കെ മുറയ്ക്ക് നടത്തുകയും അവ കഴിഞ്ഞതിന്റെ ശേഷം സദ്യ ആരംഭിക്കുകയും ചെയ്തു. സദ്യ അതികേമായിട്ടായിരുന്നു. അപ്പ തന്നെ ദത്തെടുക്കപ്പെട്ട കുട്ടികളെയും ഭക്ഷണത്തിനിരുത്തി. അവർക്ക് ആ വൃദ്ധ തന്നെ ചോറ് വിളമ്പിക്കൊടുത്തു. അവര് ഉണ്ണാതെ വിഷാദഭാവത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടിട്ട് വൃദ്ധ തിരുമുമ്പാകെ ചെന്ന് ചോദിച്ചു, അടിയന്റെ അവകാശികളാക്കി ദത്തെടുക്കപ്പെട്ടവർ അടിയൻ വിളമ്പിക്കൊടുത്ത അന്നം ഭക്ഷിക്കാതെ ഇരിക്കുന്നത് എന്താണ്? ഇത് അടിയന് വളരെ സങ്കടാണ് എന്നുണർത്തിച്ചു. അത് കേട്ട ഉടനെ തിരുമനസ്സുകൊണ്ട് കുട്ടികളോട് പറഞ്ഞു, ആട്ടെ, ഊണ് കഴിക്കുന്നതിന് വിരോധമില്ല, പിന്നീട് വേണ്ടത് ഞാൻ നോക്കിക്കോളാം എന്ന് അരുളി ചെയ്തു. അങ്ങനെ കുട്ടികൾ മനസ്സോടുകൂടി അല്ലെങ്കിലും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ദത്ത് സംബന്ധിച്ചുള്ള സദ്യ മുതലായവയെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ആ കുട്ടികളെ അവിടെ തന്നെ താമസിപ്പിച്ചിട്ട് തിരുമനസ്സുകൊണ്ട് കോവിലകത്തേക്ക് എഴുന്നള്ളി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ സ്ത്രീ മരിക്കുകയും അവരുടെ ശേഷക്രിയാദികൾ ആ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയും ചെയ്തു. അതിനുശേഷം ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് വൈദികന്മാർ മുതലായവരെ വരുത്തി നായരുടെ അന്നം ഭക്ഷിച്ച ഈ ക്ഷത്രിയ കുട്ടികളെ ഏത് സ്ഥിതിയിലാണ് ഇരുത്തേണ്ടതെന്ന് ആലോചിച്ചു. കുട്ടികൾ കൽപ്പനയെ നിരസിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ മനസ്സുകൂടാതെ ഭക്ഷിച്ചതായതുകൊണ്ട് അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കാൻ പാടില്ലെന്നും അവരെ ഒരു പ്രത്യേക ജാതിക്കാരായി ഇരുത്തേണ്ടതാണെന്നും അവരുടെ ആചാരങ്ങളെല്ലാം ക്ഷത്രിയരെ പോലെ ആയിരിക്കേണ്ടതാണെന്നും ക്രിയാദികൾ മന്ത്രം കൂടാതെ ബ്രാഹ്മണർ നടത്തി കൊടുക്കേണ്ടതാണെന്നും ഉപനയനം പൂടൂലിടാതെ നടത്തണമെന്നും അവരെ ദേവാലയവും ബ്രാഹ്മണാലയവും ഇല്ലാത്തതായ ഒരു ദേശത്ത് ഒരു നദീതീരത്ത് താമസിപ്പിക്കേണ്ടതാണെന്നും മഹാബ്രാഹ്മണരൊക്കെ കൂടി ആലോചിച്ച് അങ്ങോട്ട് വിധിച്ചു. അതുകൊണ്ട് തന്നെ തിരുമനസ്സുകൊണ്ട് മലയാറ്റൂർ എന്ന ദേശത്ത് അവർക്കൊരു ഭവനം പണി കഴിപ്പിച്ച് കൊടുക്കുകയും അവരെ അവിടെ താമസിപ്പിക്കുകയും അവരുടെ ചെലവിന് പതിവായി സർക്കാരിൽ നിന്ന് കൊടുക്കുന്നതിന് കൽപ്പിച്ച് ഏർപ്പാടാക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥലത്ത് ആ കുട്ടികളുടെ വംശജര് ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവരുടെ ചെലവിന് ഇപ്പോഴും കൊച്ചി സർക്കാരിൽ നിന്നാണ് കൊടുത്തു വരുന്നത്. അവര് ആദ്യം തമ്പാക്കന്മാരായിരുന്നതിനാൽ അവരെ നായന്മാർ മുതലായവർ ഇപ്പോഴും വിളിച്ചു വരുന്നത് തമ്പാക്കന്മാരെന്ന് തന്നെയാണ്. എന്നാൽ നമ്പ്യാരുടെ കുടുംബത്തിൽ ദത്തു കയറിയവരായതുകൊണ്ട് ബ്രാഹ്മണരും മറ്റും അവരെ ഇപ്പോഴും നമ്പ്യാന്മാരെന്നാണ് പറഞ്ഞു വരുന്നത്. ആ കുടുംബത്തിൽ ഒടുക്കം ശേഷിച്ചിരുന്ന സ്ത്രീ മരിച്ചതിന്റെ ശേഷം അവരുടെ സർവസ്വവും കൊച്ചി സർക്കാരിലേക്ക് ചേർത്തു എന്ന് മാത്രമല്ല, അവിടുത്തെ പാത്രങ്ങളും പണ്ടങ്ങളുമെല്ലാം വരുത്തി തിരുമനസ്സുകൊണ്ട് ഈടുവയ്പിൽ വയ്പ്പിച്ചു. ആ നമ്പ്യാന്മാരുടെ പാത്രങ്ങളിലും മറ്റും പേരെഴുതിയിരിക്കുന്നത് മുകുന്ദപുരം എന്നായിരുന്നു. അങ്ങനെ പേരെഴുതിയിട്ടുള്ള പണ്ടങ്ങളും പാത്രങ്ങളും തൃപ്പൂണിത്തറ ഈടുവയ്പിൽ ഇപ്പോഴും നമുക്ക് കാണാവുന്നതാണ്. ശക്തനിൽ ശക്തനായ, ധീരനിൽ ധീരനായ ആ ശക്തൻ തമ്പുരാൻ തിരുമനസ്സവറുകളുടെ കഥ ഈ ഭാഗത്തിലും തീരണമട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഈ കഥയുടെ ബാക്കി ഭാഗം ഞാൻ എന്റെ കഥാപ്രേമികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഈ കഥയുടെ 4ാം ഭാഗം എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി, നമസ്കാരം.